ഹായ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു മടി പിടിച്ചങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഒരുപാട് പണികളുണ്ട് അകത്തും പുറത്തൊക്കെ ഒരുപാട് പണികൾ കിടക്കുകയാണ്. അപ്പോൾ അടുക്കളയിലാണെങ്കിലോ പാത്രങ്ങളൊക്കെ നിരന്ന് കിടക്കുക കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ ഇവിടെ ഇല്ലാത്ത കാരണം രാത്രി അങ്ങോട്ട് പോയിരുന്നല്ലോ. അപ്പോൾ അതിന് കാരണം ഒരുപാട് പാത്രങ്ങളൊക്കെ ഒഴിച്ച് കഴുകാനും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ അവിടെ കിടക്കുന്നതിൻ്റെ ഇടയിലാണ് ചിന്നു ചായ കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ മടി പിടിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങളൊട്ടും പ്രതീക്ഷിക്കാതെ എന്നൊരു അതിഥി ഞങ്ങൾക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചീര എടുക്കാൻ അങ്ങോട്ട് പുറത്തേക്ക് പോയതായിരുന്നു. അപ്പോഴേക്ക് ചിന്നു മൊത്തത്തിലൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനിടയിലുണ്ട് ഒരാളിങ്ങനെ കയറി വരുന്നുണ്ട്. അപ്പോൾ മുൻപ് അവിടെ എത്തിയപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാനിങ്ങനെ എത്തിയിട്ടുണ്ട് ഇവിടെ വണ്ടി ഇറങ്ങി എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ കണ്ടത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വേഗം വീഡിയോ എടുത്തതാണ്. ആൾ വരണ വീഡിയോ എടുത്താൽ കേട്ടോ. അപ്പോൾ ആൾ എനിക്ക് ഇതും വീഡിയോ എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ കയറി വരുന്നത്. അപ്പോൾ വന്നിട്ട് ഞങ്ങൾക്കൊക്കെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണിക്കുകയാണ് കേട്ടോ. എനിക്കും ചിന്നുവിനും പിന്നെ ചേച്ചിക്കും പൊന്നൂനൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കാണിച്ചു തരികയാണ്. അപ്പോൾ ഓരോന്നും എടുത്ത് തരിക കേട്ടോ. സാരികളാണ് ചേച്ചിക്കും എനിക്കൊക്കെ സാരിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവൾ കോഴിക്കോടൊക്കെ പോയപ്പോൾ എടുത്തതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ പിന്നെ അവൾക്ക് ഞാൻ വെള്ളമാണോ വേണ്ടത് ചായ വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവൾക്ക് രാവിലെ എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിളിക്കുന്ന സമയത്ത് പോലും എന്നോട് പറഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ വരുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരികയാണ്, ഞാൻ വീട്ടിലെത്തിയിട്ടേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ ആൾ ഫോൺ കട്ട് ചെയ്തതാണ്. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ ഇപ്പോൾ ഞാനിതൊക്കെ ഓരോ ഡ്രസ്സൊക്കെ എടുക്കുമ്പോൾ എന്നോട് ചോദിക്കണമെങ്കിൽ ഇതും വീഡിയോ എടുക്കട്ടോ എന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനൊക്കെ വീഡിയോ എടുത്തിട്ട് അതിന് ശേഷം ചിന്നു അവളുടെ ഡ്രസ്സൊക്കെ കാണുന്നുണ്ട്. ചിന്നുവിന് കൊടുത്തു. ചിന്നുവിന് അവളുടെ ഡ്രസ്സ് എടുത്തു. പൊന്നൂൻ്റെ ഡ്രസ്സാണത്. അതൊക്കെ ഇപ്പോൾ സിമ്പിളായിട്ടുള്ള ഓരോ ഡ്രസ്സുകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ചായയൊക്കെ കൊടുത്താട്ടോ. അവൾക്ക് എല്ലാം വേണം വിശന്നിട്ട്. അപ്പോൾ ഞാനും അവളും കൂടി ചായ കുടിച്ചപ്പോൾ ചിന്നുവിന് വേണ്ടാന്നും പറഞ്ഞു കേട്ടോ. ഹരിക്കുട്ടനാണെങ്കിൽ അവിടെ ഇല്ല. ഹരിക്കുട്ടൻ തൊട്ടടുത്ത വീട്ടിൽ കളിക്കാൻ പോയതാണ് കേട്ടോ. അപ്പോൾ അവനിപ്പോൾ തന്നെ കിട്ടില്ല. അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് വന്ന് ചായ കുടിക്കുന്നതിൻ്റെ ഇടയിൽ അവളെ കാണുന്നുണ്ട് കേട്ടോ. അവളെ കണ്ടപ്പോൾ ആദ്യം ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ വന്നിട്ട് ചേച്ചിയമ്മ എപ്പോഴാണ് വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി അവൾ സമൂസയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതൊക്കെ ഇന്ന് കഴിക്കുകയാണ് കേട്ടോ. ഞങ്ങളതൊക്കെ കഴിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ അപ്പോൾ അവളോരോ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നപ്പോൾ ഇന്നലെയൊക്കെ ഇങ്ങനെ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഈ വരുമെന്നൊക്കെ ചോദിച്ചപ്പം ഞാൻ വരില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ദേവുട്ടിയും വന്നിട്ടില്ല, ശ്രീകുട്ടനും വന്നിട്ടില്ല. ശ്രീകുട്ടന് ട്യൂഷൻ തുടങ്ങിയിട്ടുണ്ട്. ചിന്നുവിൻ്റെ അതേ സെയിം പ്രായമാണ് കേട്ടോ ശ്രീകുട്ടന്. അപ്പോൾ അവന് ട്യൂഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവന് വന്നിട്ടില്ല. ദേവുട്ടിയാണെങ്കിൽ ഞാൻ അങ്ങോട്ടില്ല. അവളെ ആൻറ്റിമാരൊക്കെ അവിടെ വന്നത് കാരണം ഇവിടെ കളിക്കാനൊന്നും ആളില്ല എന്ന് പറഞ്ഞിട്ട് അവളും വന്നിട്ടില്ല. അതിനിടയിൽ ഞങ്ങൾ ഓരോന്നും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കിന്ന് സിമ്പിൾ കറികളൊക്കെ മതി എന്നൊക്കെ പറയണം കേട്ടോ ചോറിന്. അപ്പോൾ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.